എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇട്ട ഒരു ഫീലില്ല, നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ നല്ല മഴ കണ്ടിട്ടാണ് പുറത്ത്. പിന്നെ നിറച്ചും ഫോഗ് വന്ന് കിടക്കുകയാണ്. എനിക്ക് അപ്പുറത്തിപ്പുറത്തൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റുട്ടീൻസ് ഒന്നും എനിക്കില്ല. വലിയ അധികം എല്ലാവരും ഇപ്പോൾ ചെയ്യണ പോലെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ. ഫേസ് ഒന്നും കഴുകിയിട്ടില്ല. ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ എടുക്കുവാണ്. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് സ്കിൻ കെയറിനോട്ട് പോകും. അപ്പം എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ എപ്പോഴും എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം ഐസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് വേറെ എന്ത് മിസ് ചെയ്താലും എനിക്ക് രാവിലെ ഐസ് വെച്ചില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി അത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു റൊട്ടീനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 years ആയിട്ടുണ്ടാവും ഞാൻ ഐസ് ഇങ്ങനെ ഫേസിൽ രാവിലെ വെക്കുക. അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലൊക്കെ ഇപ്പം രാവിലെ എണീറ്റിട്ടൊക്കെ നോക്കുമ്പം അപ്പോൾ അതൊക്കെ മൊത്തം ഇത് ഫേസിൽ ഐസ് വെച്ച് കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ആവും. പിന്നെ നമുക്ക് ആക്നെ ഉള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ, ആക്നെ എന്നൊക്കെ പറയുന്നത് ഫീമെയിൽ ഹോർമോണിൻ്റെ ആണ് കൂടുതലും. അപ്പോൾ പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഐസ് ക്യൂബ്സ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് റെഡ്യൂസ് ആവുന്നതായിട്ട് തോന്നും. നമുക്ക് ഫേസിലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ നമുക്കിതൊന്ന് ഫ്രഷ് ആവും. ആക്ച്വലി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐസ് ക്യൂബ്സ്, ആക്ച്വലി കുറേ ഐസ് ക്യൂബ്സ് ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഐസ് ക്യൂബ്സ് കുറച്ച് എടുത്തിട്ട് ഈവനിങ് ചൂടെന്തോ വന്നപ്പോൾ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കും. മൊത്തത്തിലൊരു തണുപ്പ് കിട്ടുമല്ലോ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള ഒരു ടയർഡ്നെസ്, ബ്ലാക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് വരും. സ്ട്രെസ്, ഉറക്കമില്ലായ്മ അതൊക്കെ ഉണ്ടെങ്കിൽ വരുമല്ലോ. പിന്നെ അത് ചില കേസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് അത് വന്നിട്ടുള്ളത്. അത് സ്കിന്നിനുള്ള ഒരു ബ്ലാക്ക് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐ ക്രീംസ്, അണ്ടർ ഐ ക്രീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് മാറാൻ പോകുന്നില്ല. അപ്പം അല്ലാത്ത ഇപ്പം നമുക്ക് ഒരു ഐസിന് ഒരു ടയർഡ്നെസ് വരും. അപ്പം അതൊക്കെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഈ ഐസ് ക്യൂബ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന 2 ഫേസ് വാഷ് ഇതാണ്. അപ്പം ഞാൻ 2 യൂസ് ചെയ്യും. ഇത് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ഐസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയൻ സ്കിൻ കെയറിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. അത് ആക്ച്വലി അങ്ങനെ ആ ഒരു സമയത്ത് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നി. ഇതിനെന്തോ അവർക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഈ ഡെർമാക്കോൻ്റെ ആൻറ്റി ആക്നെ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള 2% സാലിസിലിക് ആസിഡ് ഉണ്ട്, സാലിസിനമൈഡ് ആസിഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതും എനിക്ക് കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസ് ഒന്ന് കഴുകട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഡെർമാക്കോയുടെ ഫേസ് വാഷ് തന്നെ എടുത്തിട്ടുള്ളത്. ഇത് എനിക്കിങ്ങനെ ഫേസ് ക്ലെൻസ് ചെയ്യാനൊക്കെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെത് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാനൊക്കെ ആക്ച്വലി പേടിക്കണം. കാരണം എല്ലാ പ്രോഡക്റ്റ്സ് ഒന്നും നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ ബ്രേക്ക് ഔട്ട്സും പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വരും. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഫേസിൽ കയറിയത് ഇതുപോലെ ഇരിക്കും. മറ്റേ ആന ഇങ്ങനെ കുളിച്ചൊക്കെ കയറത്തില്ലേ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് അതുപോലെ നനഞ്ഞിരിക്കും. അപ്പോൾ
ബിക്കോസ് ഞാനിങ്ങനെ ഫുള്ള് കഴുകിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഗൈസ്. ഫേസ് ടവൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടവൽ യൂസ് ചെയ്യും. അത് ഒരിക്കലും വേറെ ഏതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് കാണുന്ന എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ടോണറൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, വെരി റെയർ, ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകുന്നതാണ് മെയിൻലി. അപ്പം ഞാൻ അത് ഈ പിമ്പിൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ കയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ പ്യൂരിഫൈങ് ടോണർ വാങ്ങിച്ചിരുന്നു. അത് എപ്പോഴും യൂസ് ഒന്നുമില്ല. പിന്നെ മോയ്സ്ചറൈസർ ആക്ച്വലി ഇത് എനിക്ക് ഡോക്ടർ തന്നതാണ്. അപ്പോൾ ഇതാണ് ഹൈഡ്ര, ഒരു ജെൽ ബേസ്ഡ് എന്താണ് മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ, പിമ്പിളിൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് പിമ്പിളിൻ്റെ ഒരു ക്രീം ആക്ച്വലി ഞാൻ ഡേ ടൈമിൽ ഇടുമായിരുന്നു. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ ഇത് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ either this or this one. അപ്പം എന്തായാലും ഇത് സൺസ്ക്രീൻ ആണ്. ബോത്ത് ഇത് അടിപൊളിയാണ്. ഇതും ഒരു എന്താ പറയുക, ഒരു ക്രീമി ടെക്സ്ചറാണ്. നമുക്ക് ആ ഒരു വൈറ്റ് അങ്ങനെ വെളിയിൽ കാണത്തില്ല. പിന്നെ അടിപൊളിയാണ്. എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷിങ് പോലെ നമുക്ക് തോന്നും. പിന്നെ ഇതും ലാസ്ക്രീൻ്റെ അൾട്ര, ഇത് SPF 60 ആണ്. ഇതും എനിക്കൊരു ഡോക്ടർ തന്നതാണ്. ഇതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ഇതും നൈസാണ്. ഇതും അൾട്രാ മാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ്. SPF 60 ഉണ്ട്. ഇത് ഭയങ്കര സൂപ്പറാണ്. ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് ഇതിപ്പോൾ തൽക്കാലം ഇത് തന്നെ മോയ്സ്ചറൈസർ ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാം. ആക്ച്വലി നമ്മളെല്ലാ ദിവസവും ഈ ഒരു എന്താ പറയുക, സിമ്പിൾ റൊട്ടീൻ ഉള്ളത് നല്ലതാണ് ആക്ച്വലി. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഞാനിപ്പം റെഗുലറായിട്ട് ഇത് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ വെളിയിൽ പോവുകയാണെങ്കിൽ പോലും ലിപ്സ്റ്റിക് ഇടും, പിന്നെ ഐസ് എന്തെങ്കിലും ചെറുതായിട്ട് വല്ല വരച്ച് വെക്കും എന്നതല്ലാതെ പിന്നെ ഞാൻ ആകെ ചെയ്യുന്നത് ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. അതിപ്പം മടിയെന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ അത്ര മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് നല്ലവണ്ണം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവഞ്ച്വലി അത് ബെറ്റർ ആയിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യണം. ആക്ച്വലി നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുവാണെങ്കിലും സൺസ്ക്രീൻ ഇട്ടിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മടുപ്പിക്കാതെ സൺസ്ക്രീൻ ഇടട്ടെ. അപ്പം ഇത്രയും മതി, ഇത് തന്നെ കൂടുതലാണ്. ആക്ച്വലി എനിക്ക് ഒരുപാട് ഇടുന്നൊന്നും ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് സൺസ്ക്രീൻ ഇടാൻ ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഓയിലി, കാരണം അന്ന് ഞാനിപ്പം കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും അറിയില്ല, അതായത് ഓരോരോ സ്കിൻ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഓരോരോ സ്കിൻ ടൈപ്പ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എല്ലാത്തിനും പ്രോഡക്ട്സ് അതിൻ്റെതായ ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു. അതിന് മുന്നേ ഇപ്പം പഠിക്കുമ്പോഴൊക്കെ സൺസ്ക്രീൻ, അതായത് റാൻഡം ആയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യും. അപ്പം എൻ്റെ സ്കിന്നിന് ഓൾറെഡി ഒരു ലിറ്റിൽ ഓയിലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും എൻ്റെ സ്കിന്നിലൊക്കെ ഓയിലിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഒരു വൈറ്റ് എനിക്കിങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. അങ്ങനെ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനത്തെ ഞാൻ വെറുത്തുപോയി. പിന്നെ കുറേ കാലം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് സ്കിന്നൊക്കെ വരണ്ടൊരു പരുവായി കഴിഞ്ഞപ്പം പിന്നെ പിമ്പിൾസൊക്കെ മുഖത്ത് ഒത്തിരി വന്നു. അപ്പം ഞാൻ ഇതുപോലെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് മസ്റ്റായിട്ടും ഡെയിലി സൺസ്ക്രീൻ ഇട്ടിരിക്കണം, വെട്ടമുള്ള സമയത്ത് മുഴുവൻ നമുക്ക് സൺസ്ക്രീൻ ഇടണം എന്നുള്ളൊരിത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ തുടങ്ങി. സ്കിന്നൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി അത് ഡിഫറെൻറ്റ് കളർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ നെക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ബോഡി പാർട്സ് നോക്കി ഫേസ് നോക്കുമ്പം ഫേസ് ഭയങ്കര ഡാർക്കായിട്ടിരിക്കാറുണ്ടായിരുന്നു. കാരണം ടാൻ അടിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇട്ട ഒരു ഫീലില്ല, അത് പോയി. അത് നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഇല്ല. അതൊക്കെയാണ്. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഐസ് ഇട്ടിട്ട് ഫേസ് കഴുകും, ഫേസ് ഒന്ന് ക്ലൻസ് ചെയ്യും, പിന്നെ ഇടയ്ക്ക് ടോണർ ഇടും. ടോണർ ഇടുന്നത് നല്ലതാണ്, നമ്മുടെ ആ ഒരു ഫേസിൻ്റെ pH ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നല്ല മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, അടുത്ത 5 മിനിറ്റിൽ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, സ്റ്റിൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഞാനപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ ഹരിതാപവും പച്ചപ്പും ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.